ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സാബീസ് ക്രിയേഷൻസ് കേക്ക്സ്. ഇന്ന് ബിഗിനേഴ്സിന് ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് സ്റ്റിഫായിട്ട് വിപ്പ് ചെയ്തെടുക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോ സ്പീഡാക്കിയിട്ടൊന്നുമില്ല, ലൈവായിട്ട് ഞാൻ ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. കുറേ പേര് കമൻറ്റ് ചെയ്യലുണ്ട്, അവരെ ക്രീം മെൽറ്റായി പോന്ന്, ലൂസായിട്ട് പോന്ന്, തിക്കായിട്ട് കിട്ടുന്നില്ല, വിപ്പ് ചെയ്യുമ്പം സ്റ്റിഫ് ആവുന്നില്ല എന്നൊക്കെ. അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് നമ്മൾ ക്രീം ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുക. അത് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ട് അത് ലൂസ് കൺസിസ്റ്റൻസി ആക്കുക കേട്ടോ. തിക്കായത് മാറ്റിയിട്ട് ലൂസായിരിക്കണം. എന്നിട്ട് ആ ഒരു ലൂസായി തണുപ്പുള്ളപ്പോൾ തന്നെ നമ്മളിതുപോലെ ബൗളിലേക്ക് ഒഴിച്ചിട്ട് എത്ര ക്രീമാണ് വേണ്ടത് നോക്കിയിട്ട് അതൊഴിക്കുക. ഫസ്റ്റത്തെ ഒരു സ്പീഡ് ഫസ്റ്റത്തെ 1 മിനിറ്റ് ഫസ്റ്റ് സ്പീഡിലാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് സ്പീഡിൽ തന്നെയാണ് ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ലെവലിലെത്തി 1 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ സ്പീഡ് സെക്കൻഡിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ ഇത് വേറെ പല മെത്തേഡിലും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇതൊരു സെക്കൻഡ് സ്പീഡിൽ 2 മിനിറ്റ് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബൗള് ഒന്നുകിൽ കറക്കി കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ ബീറ്റർ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാ സ്ഥലത്തെ ക്രീമും ഒരുപോലെ വിപ്പായിട്ട് കിട്ടും. ഇനി സ്റ്റാൻഡ് മിക്സറിലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് വിപ്പായിക്കോളും. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഏകദേശം ഒന്ന് ക്രീം നമുക്ക് വിപ്പായി എന്ന് മനസ്സിലാവുമ്പം സ്പീഡ് 3ലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു 3യിൽ തന്നെ നമുക്ക് ഈ ഒരു ക്രീം വിപ്പായിട്ട് കിട്ടും കേട്ടോ. നല്ല സ്റ്റിഫായിട്ട് ക്രീം ബീറ്റ് ചെയ്ത് കിട്ടും. വേണമെങ്കിൽ നമുക്ക് 5ലേക്കും 4ലേക്കൊക്കെ മാറ്റിയാൽ മതി. അതിൻ്റെ ഒന്നും ആവശ്യം വരലില്ല. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ആ ക്രീമിൻ്റെ ടെക്സ്ചർ മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം തിക്കായിട്ട് തന്നെ ബീറ്റായിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ആ ഒരു സ്റ്റിഫ് പീക്ക് ക്രീമിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു ക്രീം ഒരിക്കലും അങ്ങനെ മെൽറ്റായി പോകില്ല. എത്ര ടൈം നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര ഹോട്ടായിട്ടുള്ള ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ മാത്രമേ പ്രശ്നം വരൂ. അതല്ല, നമ്മളിപ്പം കേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം അത് പുറത്ത് വെച്ചാലും ഇത് മെൽറ്റ് ആവില്ല കേട്ടോ. ഇനി നമ്മൾ നോസിൽ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്ര സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യണ്ട കേട്ടോ. ഇതിൻ്റെ ഏകദേശം ഒരു ഹാഫ് ആവുമ്പം നമുക്ക് ബീറ്റ് ചെയ്യൽ നിർത്താം. അതാവുമ്പോൾ നമുക്ക് ആ ഒരു നോസിൽ വർക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇത്ര സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോസിൽ വർക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഇൻ കേസ് ഓവർ വിപ്പായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വിപ്പിംഗ് ക്രീം, ലൂസായിട്ടുള്ള വിപ്പിംഗ് ക്രീം കുറച്ച് ഒഴിച്ചിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ എനിക്കിത് കറക്റ്റ് ടെക്സ്ചറിലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിന് ഞാൻ ബീറ്റർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയും എന്തെങ്കിലും വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയുന്ന ഡീറ്റെയിൽസ് ആണെങ്കിൽ ഷെയർ ചെയ്ത് തരും കേട്ടോ. ഇനി നമുക്കിതെങ്ങനെയാണ് കേക്കിൽ കവർ ചെയ്യാൻ നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ വേണ്ട കളറ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഇത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട ക്രീം എടുത്തിട്ട് അതുപോലെ ക്രീം മാറ്റുമ്പം ചെറിയൊരു റൗണ്ട് ബൗളിലേക്ക് മാറ്റാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കളർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കളറൊക്കെ ആഡ് ചെയ്തിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്രീമിൻ്റെ ടെക്സ്ചർ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ കളർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മിക്സ് ചെയ്യുന്നത് റൗണ്ടായിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തവി കൊണ്ട് ഇളക്കുന്ന പോലെ ഇളക്കാണ്ട് മിക്സ് ചെയ്യുമ്പം റൗണ്ടായിട്ട് തന്നെ മിക്സ് ചെയ്യുക. എത്ര കളർ വേണം നോക്കിയിട്ട്, ഞാനിപ്പോൾ ലൈറ്റ് പിങ്കാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അത് ഒരു ചെറിയൊരു ഡ്രോപ്പ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ആ ഒരു മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ ആ ഒരു സെയിം ഇതിൽ തന്നെ കിട്ടും കേട്ടോ. ലൂസാവൊന്നുമില്ല. കട്ട് ആൻഡ് ഫോൾഡ് അല്ലെങ്കിൽ റൗണ്ടായിട്ട് തന്നെ ഈ ഒരു ബൗളിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈവൻ ആയിട്ട് തന്നെ ഈ ഒരു കളറ് മിക്സ് ആയിട്ട് കിട്ടും. എന്നാലോ ക്രീമിൻ്റെ ടെക്സ്ചർ മാറുകയില്ല കേട്ടോ. ഫസ്റ്റ് കുറച്ച് കളർ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും കളർ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കളർ കുറഞ്ഞതുകൊണ്ട് രണ്ടാമത് കുറച്ചും കൂടി ഒന്ന് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഈ ഒരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ, ഒരു ബേബി പിങ്ക് ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ക്രീമാണ് കേക്ക് കവർ ചെയ്യുന്നത്. ഓൾറെഡി ചോക്ലേറ്റ് ക്രീം ഞാനിവിടെ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ടറിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്രീം കൊടുക്കുന്നത്. അപ്പം ക്രീം കവർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ അത്യാവശ്യം നല്ലോണം തന്നെ ക്രീം കൊടുക്കുക. അത് മാക്സിമം സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ.
എന്നിട്ടാണ് പിന്നെ സൈഡിലേക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓവർ ക്രീം വെച്ചിട്ടുള്ള കളിയുമില്ല. പിന്നെ ഈ ഒരു ക്രീം നമ്മൾ പാലറ്റ് നൈഫുമായിട്ട് അധികം ടച്ച് ചെയ്ത് മെൽറ്റ് ആവേണ്ട ഒരു സിറ്റുവേഷനും ഇതിൻ്റെ ഇടയിൽ വരുന്നില്ല. അതുപോലെ തന്നെ ബേസിൽ ഭയങ്കര കുറേ ക്രീമായിട്ട് പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ കവർ ചെയ്യൽ. പലരും പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടും അങ്ങനെയൊക്കെ കാണലുണ്ട്. ഓരോരുത്തരുടെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ട് ക്രീം കവർ ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ പാലറ്റ് നൈഫിലാക്കിയിട്ട് കവർ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ കേക്ക് കവർ ചെയ്യൽ. ബേസിക് ആയിട്ടുള്ള കറക്റ്റ് ഷേപ്പാക്കൽ നമ്മൾ ഈ ഒരു പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ ആവുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് ഫിനിഷിങ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു മെത്തേഡിൽ കവർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ബേസിലൊന്നും ഓവർ ക്രീം ആവില്ല. അതാവുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പ് ആൻഡ് ടെക്നിക്സ് ആണ്. അപ്പം ബേക്കേഴ്സ് ഓൾറെഡി കാണുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത്. ബിഗിനേഴ്സ് കുറേ പേര് എന്നോട് മെസ്സേജ് അയക്കലുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ സ്റ്റിഫായിട്ട് കിട്ടുന്നതെന്ന്. അവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ക്രീം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഈവനായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന ക്രീം ജസ്റ്റ് ഒന്ന് ആ പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. സ്ക്രേപ്പർ യൂസ് ചെയ്യുമ്പം ഇതുപോലെ സ്റ്റാൻഡിങ് ആയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഫിനിഷിങ് കേക്കിൽ കിട്ടും. അതല്ലെങ്കിൽ ഒരു സൈഡ് ചിലപ്പം കയറിയിട്ടും ഇറങ്ങിയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ഉണ്ടാവില്ല. എവിടെയെങ്കിലും എക്സ്ട്രാ ക്രീം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രേപ്പറും കൊണ്ട് സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. 2-3 റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ടോപ്പിലൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. എക്സസ് ആയിട്ട് വരുന്ന ക്രീം ഒന്നെങ്കിൽ ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ എടുത്ത് ഒഴിവാക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇത് ടോപ്പിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഈ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ല സ്മൂത്തായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഇതിന് നമുക്ക് വേണ്ട ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ബിഗിനേഴ്സിന് ഡൗട്ട് ചോദിച്ചവർക്കൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സോ see you with another video. Thank you for watching.